നമ്മുടെ തൊട്ട് അയൽരാജ്യമായ ബംഗ്ലാദേശിൽ ഒരു വിദ്യാർത്ഥി പ്രക്ഷോഭം ഉണ്ടായി. പിന്നീട് അതൊരു വലിയ കലാപമായി മാറി. ഒടുവിൽ അവിടെ ഭരണം നടത്തിയിരുന്ന ഷേഖ് ഹസീനയ്ക്ക് രാജ്യം വിട്ട് ഓടിപ്പോകേണ്ടി വന്നു. ഇന്ത്യയാണ് അഭയം കൊടുത്തത്. അങ്ങനെ ഇന്ത്യയിൽ കഴിഞ്ഞ 2 വർഷത്തോളമായിട്ട് കഴിയുന്ന ഷേഖ് ഹസീന ഇപ്പോൾ നിർണായകമായ ഒരു തീരുമാനമെടുക്കുന്നു. ഞാൻ എൻ്റെ സ്വദേശമായ ബംഗ്ലാദേശിലേക്ക് തിരിച്ചു പോകുന്നു. 78 വയസ്സുള്ള എന്നെ അവർ കൊല്ലുന്നെങ്കിൽ കൊല്ലട്ടെ, അറസ്റ്റ് ചെയ്ത് തുറുങ്കിൽ അടയ്ക്കുന്നെങ്കിൽ അങ്ങനെ ചെയ്യട്ടെ എന്നാണ് ഷേഖ് ഹസീന പറയുന്നത്. അതായത് സ്വന്തം പാർട്ടിയായ അവാമി ലീഗിന് അവിടെ നിരോധനം ഏർപ്പെടുത്തി. ആ നിയമ നിരോധന നടപടികളെ വെല്ലുവിളിക്കാനുള്ള ഒരു നീക്കം. അതുകൊണ്ട് അവാമി ലീഗിലെ മുതിർന്ന ഉദ്യോഗസ്ഥരോട് പാർട്ടി പ്രവർത്തകരോടൊപ്പം ബംഗ്ലാദേശിലേക്ക് ചെല്ലുന്നു. ഇത് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് NDTVക്ക് നൽകിയ ഒരു അഭിമുഖത്തിൽ ഇവർ പറഞ്ഞു. ഇപ്പോൾ ഇത് റോയിറ്റേഴ്സ് നൽകിയ അഭിമുഖത്തിലും ഈ കാര്യം ആവർത്തിക്കുന്നു. അതായത് ബംഗ്ലാദേശിലേക്ക് തിരിച്ചു ചെല്ലാൻ ഷേഖ് ഹസീനയ്ക്ക് യാതൊരു ഭയവുമില്ല. എക്കാലത്തും ബംഗ്ലാദേശിന്റെ ശക്തി ഇന്ത്യയായിരുന്നു. പക്ഷേ ഈ ഷേഖ് ഹസീനെ അവിടുന്ന് ഓടിച്ചതോടുകൂടി ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തിൽ വലിയ വിള്ളൽ വീണു. ഇപ്പോൾ ഇവർ പറയുന്നത് ഞാൻ അവിടെ ചെന്ന് കഴിയുന്നതോടുകൂടി ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലുള്ള ഈ ഉലച്ചിലിനെ താൽക്കാലികമായെങ്കിലും ഒരു പരിഹാരം കാണുമെന്നാണ്. ഷേഖ് ഹസീനയുടെ ഈ നീക്കം ഗുണകരമായിരിക്കുമോ ദോഷം ചെയ്യുമോ? അല്ല, എന്തായാലും ഇത് ആശങ്കയുണ്ടാക്കുന്ന ഒരു തീരുമാനമാണ്. പക്ഷെ ഷെയ്ഖ് ഹസീനക്ക് തീരുമാനിച്ചേ പറ്റൂ. 2 കൊല്ലത്തോളമായി അവർ ഇന്ത്യയിലെ തടവറയിൽ കഴിയുന്ന പോലെ കഴിയാണ്. നമ്മളെല്ലാ സുരക്ഷയും ഒരുക്കിയിട്ടുണ്ട്. ഇന്ത്യയിലായതുകൊണ്ടാണ് അവരിപ്പോൾ ജീവിച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ ആ കലാപത്തിനിടയിൽ അവർ കൊല്ലപ്പെട്ടു പോയേനെ. പക്ഷേ ഒരു പ്രശ്നമുള്ളത്, ഇപ്പൊ അവർ എടുത്തിരിക്കുന്ന തീരുമാനം അവരുടെ അച്ഛന്റെ ഒക്കെ ഒരു പാരമ്പര്യം ഉൾക്കൊള്ളുന്നതാണ്. അവരെടുത്തിരിക്കുന്ന തീരുമാനം ഇതാ. ഈ ആശങ്കകളൊക്കെ അവരോട് തന്നെ ചോദിക്കുന്നുണ്ട്. കഴിഞ്ഞ ജൂൺ 29 നേരത്തെ ഈ NDTVയുമായിട്ടുള്ള ഇന്റർവ്യൂവിൽ അവർ ആദ്യമായിട്ട് വെളിപ്പെടുത്തുന്നത് ഞാൻ പോകും. നമുക്കൊക്കെ ഉണ്ടായിരുന്ന ആശങ്ക, ഇന്ത്യ ലോകത്തിലെ എല്ലാ മനുഷ്യർക്കും ഉണ്ടായിരുന്ന സംശയമാണ് ഹസീനയുടെ ഭാവി എന്താണ്. ഹസീന സ്വന്തം രാജ്യത്തേക്ക് തിരിച്ചു പോകാൻ തീരുമാനിച്ചു എന്ന് NDTV ആദ്യമായിട്ട് പറഞ്ഞു. അപ്പോൾ അത് വിശ്വസിച്ചില്ല ആരും. പക്ഷെ അവർ ആവർത്തിച്ച് വീണ്ടും ഒരിക്കൽ കൂടി ഉറപ്പിച്ച് ഈ കഴിഞ്ഞ വെള്ളിയാഴ്ച റോയിറ്റേഴ്സിന് കൊടുത്ത ഒരു ഗ്ലോബൽ ഇന്റർവ്യൂവിൽ, ലോകമാസകലം പ്രക്ഷേപണം ചെയ്യപ്പെട്ടൊരു ഇന്റർവ്യൂവിൽ അവർ പറഞ്ഞു, ഞാൻ തീരുമാനിച്ചിരിക്കുന്നു, കൃത്യമായിട്ട് പോകും. അപ്പൊ ഈ ചോദ്യങ്ങളൊക്കെ അവരോട് ചോദിക്കുന്നുണ്ട്. അത് എന്തുമാത്രം ആത്മഹത്യാപരമാണ്, ജീവൻ അപായപ്പെടുത്തുകയല്ലേ? കാരണം ഈ പറഞ്ഞ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഒന്ന്, അവരുടെ പാർട്ടി അവിടെ നിരോധിച്ചിരിക്കുന്നു, അവാമി ലീഗ് നിരോധിച്ചിരിക്കുന്നു. അവാമി ലീഗ് നിരോധിച്ചു എന്ന ഒറ്റ കാരണം കൊണ്ട് മതി അതിന്റെ ഏറ്റവും വലിയ നേതാവ് അവിടെ ചെന്നിറങ്ങിയാൽ അറസ്റ്റ് ചെയ്യാൻ. വേറൊന്ന്, അവർക്കെതിരെ 10-15 കേസുകളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കേസ് അവിടെ നടന്ന കലാപത്തിൽ കൊല്ലപ്പെട്ടതിന്റെ മുഴുവൻ ഉത്തരവാദി ഇവരാണെന്നാണ്. കാരണം 16 കൊല്ലം ഇവർ ഭരിച്ചതിനെതിരായുള്ള ജനകീയ പ്രക്ഷോഭമാണ് അവിടെ നടന്നത്. ആ പ്രക്ഷോഭത്തെ അടിച്ചമർത്തി എന്നാണ് ഏത് ഭരണകൂടവും ചെയ്യുന്ന, പോലീസ് ചെയ്യുന്ന പണിയാണ്. അതിന് ഇവരുടെ പേരിൽ കൊലക്കുറ്റം ചുമർത്തുന്നതിൽ അർത്ഥമില്ല. അപ്പൊ ഇവർക്ക് വധശിക്ഷയുണ്ട് ഒരു കേസിൽ. ഈ 15 കേസുകളിൽ ഒരെണ്ണത്തിൽ വധശിക്ഷയുണ്ട്. വേണമെങ്കിൽ ആ കേസ് എടുപ്പിച്ചിട്ട് അവരെ കൊല്ലുക പോലും ചെയ്യാം. 2, മറ്റൊരുപാട് കേസുകളിൽ ഇവരെ അറസ്റ്റ് ചെയ്യാം. അവാമി ലീഗിന്റെ നേതാവോട് ചെന്നു എന്ന പേരിലും പല നേതാക്കന്മാരും, അവാമി ലീഗിന്റെ പ്രധാനപ്പെട്ട നേതാക്കന്മാരൊക്കെ എക്സൈലിലാണ്, പുറത്ത് പലയിടത്തും അഭയാർത്ഥികളായിട്ട് ഒളിച്ചിരിക്കുകയാണ്, അഭയം തേടിയിരിക്കുകയാണ്. അപ്പൊ എങ്ങനെ വന്നാലും ഇത് ആത്മഹത്യാപരമല്ലേ? ആ ചോദ്യത്തിനാണ് അവർ ആദ്യം ഉത്തരം പറഞ്ഞത്. ആണ് എന്നറിയാഞ്ഞിട്ടല്ല, പക്ഷെ ഞാൻ പോകും, എന്നെ അറസ്റ്റ് ചെയ്യുന്നെങ്കിൽ ചെയ്യട്ടെ, ഞാൻ തടവിൽ കിടന്നുകൊള്ളാം, കൊല്ലുന്നെങ്കിൽ കൊല്ലട്ടെ, ഞാൻ മരിച്ചുകൊള്ളാം, പക്ഷെ എൻ്റെ മണ്ണിൽ കിടന്നേ മരിക്കൂ. എൻ്റെ ചോര ചിന്തുന്നുവെങ്കിൽ എൻ്റെ പിതാവ് ചോര ചിന്തിയ മണ്ണാണത്. രക്തസാക്ഷിയാണല്ലോ ഷെയ്ഖ് മുജീബ് റഹ്മാന്റെ മോളാണ്. അപ്പോ എൻ്റെ അച്ഛൻ ചോര ചിന്തിയ മണ്ണിൽ ഞാനും ചോര ചിന്താൻ തയ്യാറാണ്. ഞാൻ മരിക്കുന്നുവെങ്കിൽ എൻ്റെ അച്ഛന്റെ കബറിനോട് ചേർന്ന്, എൻ്റെ പിതാവിന്റെ കബറിനോട് ചേർന്ന് എന്നെ കബറടക്കണം, ഞാൻ എൻ്റെ മണ്ണിൽ കടന്ന് മരിക്കും എന്നൊരു പ്രഖ്യാപനം, ഒരുപക്ഷെ ഒരു തീരുമാനം അവരിപ്പോൾ എടുത്തിരിക്കുന്നു. പക്ഷെ അത് ആത്മഹത്യാപരമാണ് എന്ന് നമുക്ക് തോന്നുമ്പോൾ, സാഹസികമാണ് എന്നൊക്കെ നമുക്കൊക്കെ തോന്നുമെങ്കിലും ബംഗ്ലാദേശിന്റെ അന്തരീക്ഷം കൂടി മാറിയിട്ടുണ്ട്. ഒന്ന്, ബംഗ്ലാദേശിൽ ഇപ്പോൾ താരിഖ് റഹ്മാൻ പ്രധാനമന്ത്രിയായിട്ട് വന്നു. കാരണം അവിടുത്തെ ഏറ്റവും വലിയ കക്ഷി ഇലക്ഷൻ ഫ്രയിൽ ഇല്ല, തെരഞ്ഞെടുപ്പിൽ പങ്കെടുത്തിട്ടില്ലല്ലോ, അവരെ നിരോധിച്ചു നിർത്തിയിരിക്കുകയാണ്. അവാമി ലീഗിന് മത്സരിക്കാൻ പറ്റില്ല. പിന്നെ അവിടുത്തെ താരതമ്യേന ഒരു ചെറിയ കക്ഷിയാണ് അന്ന് ഇവർ ഭരിക്കുമ്പോൾ പ്രതിപക്ഷ കക്ഷിയായിരുന്ന BNP, ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടി. ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടി ആണ് അവിടുത്തെ ഭരണകക്ഷി. അതിന്റെ നേതാവ് താരിഖ് റഹ്മാൻ ഭരിച്ചു തുടങ്ങിയപ്പോൾ തന്നെ ആളുകൾക്ക് കാര്യം മനസ്സിലായി. ഒന്ന്, അതീവ ദുർബലനായ ഒരു നേതൃത്വമാണ്.
ബംഗ്ലാദേശിന്റെ പ്രശ്നങ്ങളൊന്നും പരിഹരിക്കാൻ പറ്റുന്നില്ല. മാത്രമല്ല, മുഹമ്മദ് യൂനുസ് വന്നിട്ട് സ്പെഷ്യൽ അഡ്വൈസറായിട്ട് നിന്നുകൊണ്ടാണല്ലോ ആദ്യം അവിടെ ഈ കണ്ട തെരഞ്ഞെടുപ്പ് വരെ നടത്തിയത്. തെരഞ്ഞെടുപ്പ് നടത്തിയതോടുകൂടി മുഹമ്മദ് യൂനുസ് തടി വട്ടാക്കി രക്ഷപ്പെട്ടു. മുഹമ്മദ് യൂനുസ് പോയപ്പോൾ അധികാരം ഏൽപ്പിച്ചു കൊടുത്ത താരിഖ് റഹ്മാൻ അതീവ ദുർബലനാണ്, ബംഗ്ലാദേശിന് ഒരു ഇഞ്ചും മുന്നോട്ട് പോകാൻ പറ്റില്ല എന്ന അവസ്ഥ ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടു. രണ്ട്, പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ ദുർബലമായ ഒരു ഭരണകൂടത്തിന് ഈ ഷെയ്ഖ് ഹസീന ഇന്ത്യയിലായതുകൊണ്ട് ഇന്ത്യയോടുള്ള ശത്രുത വലിയ തോതിൽ ഫ്രിക്ഷൻ വർദ്ധിപ്പിക്കുകയാണ്. അത് അവർക്ക് താല്പര്യമില്ല ഇപ്പോൾ. കാരണം ഇന്ത്യ തൊട്ട അയൽ രാജ്യമാണ്. ഇന്ത്യ എന്നും ബംഗ്ലാദേശിന്റെ ബന്ധുവാണ്. ആ രാജ്യവുമായി ഒരു ആവശ്യവുമില്ലാത്ത സംഘർഷത്തിൽ നിൽക്കുക എന്ന് പറയുന്നത് അവർക്ക് താങ്ങാനാവുന്നില്ല. അപ്പൊ ഇപ്പോൾ വലിയ വ്യത്യാസം വന്നു. മുഹമ്മദ് യൂനുസിന്റെ കാലത്ത് നടന്നതുപോലുള്ള ന്യൂനപക്ഷ വേട്ട അതിപ്പോ ഏതാണ്ട് കുറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ അവിടുത്തെ പ്രശ്നം എന്താണെന്നറിയോ? ഇപ്പൊ അവിടുത്തെ പ്രതിപക്ഷമാണ് പ്രശ്നം. പ്രതിപക്ഷം ആരാണ്? കടുത്ത തീവ്രവാദികളായ ജമാഅത്തെ ഇസ്ലാമിയും അതിന്റെ ഘടകകക്ഷിയായ ഒരു NCP ഉണ്ട്. നാഷണൽ NCP, ബംഗ്ലാദേശിലെ NCP, ഇവിടുത്തെ NCP അല്ല. ആ ബംഗ്ലാദേശ് NCPയുടെ നേതാവ് ഒരു നാഹിദ് ഇസ്ലാമാണ് പ്രതിപക്ഷ നേതാവ്. അവർ പക്ഷേ ഇവരോട് വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറല്ല. വരട്ടെ, ഞങ്ങളും കാത്തിരിക്കുകയാണ്, കൊല്ലും ഞങ്ങൾ, അകത്താക്കും ഞങ്ങൾ, കഴിമരത്തിലേറ്റും ഞങ്ങൾ എന്നൊക്കെയാണ് നാഹിദ് ഇസ്ലാം പറയുന്നത്. അതിനവർ പറയുന്ന ന്യായം പഴയ ന്യായമാണ്. 16 കൊല്ലം ഞങ്ങൾ സഹിച്ചതാണ്. 16 കൊല്ലം എന്താ അവർ സഹിച്ചത്? 16 കൊല്ലം ഹസീന ഭരിച്ച കാലത്ത് ബംഗ്ലാദേശ് പുരോഗതി പ്രാപിച്ചിട്ടേ ഉള്ളൂ. ബംഗ്ലാദേശിന്റെ GDP വർദ്ധിച്ചിട്ടേ ഉള്ളൂ. ബംഗ്ലാദേശിൽ താരതമ്യേന സമാധാനം നിലനിന്ന കാലമാണ്. ബംഗ്ലാദേശിലെ ന്യൂനപക്ഷങ്ങൾ താരതമ്യേന സുരക്ഷിതമായിരുന്നൊരു കാലമാണ്. ഹസീന ഭരിച്ച 16 കൊല്ലം ബംഗ്ലാദേശിന് നഷ്ടമൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷെ ഇവർക്ക് പറ്റില്ല. ബംഗ്ലാദേശിലെ തീവ്ര ഇസ്ലാമിസ്റ്റുകൾക്ക് പറ്റാത്തൊരു കാലം. പിന്നെ അമേരിക്കൻ താല്പര്യങ്ങൾക്ക് വല്ലാതെ വഴങ്ങാത്തൊരു കാലവും കൂടിയായിരുന്നു അത്. കാരണം 2-3 സംഭവങ്ങൾ. ഒന്ന്, ഇന്ത്യയോട് നല്ല ബന്ധം പുലർത്തി ഷെയ്ഖ് ഹസീന. രണ്ടാമത്, ഇന്ത്യയോടെന്നതുപോലെ ചൈനയോട് നല്ല ബന്ധം പുലർത്തി. ചൈനയ്ക്ക് അവിടെ ഒരു തുറമുഖവും കാര്യങ്ങളും ഒക്കെ സംവിധാനം ചെയ്തു കൊടുത്ത ഒരു സമയത്താണ് അമേരിക്ക കയറി ഇടപെടുന്നത്. വേറൊരു കാര്യം കൂടി, അന്ന് ഒരു അന്താരാഷ്ട്ര അജണ്ടയും അന്ന് അമേരിക്കയ്ക്ക് ഉണ്ടായിരുന്നു. അത് ബംഗ്ലാദേശ് കേന്ദ്രീകരിച്ച് ചില വ്യാപാര താല്പര്യങ്ങൾ, ബംഗ്ലാദേശ് മുഖേന ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്കുള്ള ചില ഇടപാടുകൾ. രണ്ട്, ഈ ഇന്ത്യയുടെ അതിർത്തി പ്രദേശങ്ങളിലെ ക്രിസ്ത്യൻ ഭൂരിപക്ഷ സംസ്ഥാനങ്ങൾ ചേർത്തുകൊണ്ട് ബംഗ്ലാദേശിന്റെ ചില പ്രദേശങ്ങളും കൂടി ഒക്കെ ചേർത്തുകൊണ്ട് ഒരു അമേരിക്കൻ താവളമായി തീരാവുന്ന ഒരു ഭാവി രാജ്യം പോലും ഒരു സ്വപ്നം കണ്ടിരുന്നു. അങ്ങനെയുള്ള അതുകൊണ്ടാണ് അവിടെ സോറസിന്റെ കാശ് വന്നത്, ഡീപ് സ്റ്റേറ്റ് വന്നത്, കലാപം നടന്നത് ഒക്കെ അതിന്റെ ഫലമായിട്ടാണ്. അവർ സത്യത്തിൽ അന്ന് നാട് ഭരിച്ചിരുന്ന ഷെയ്ഖ് ഹസീന ഏതൊരു ഭരണാധികാരിയും ചെയ്യേണ്ടതുപോലെ ക്രമസമാധാനത്തിന് ഉത്തരവ് കൊടുത്തു എന്നത് ഒഴിച്ചാൽ അവർ കുറ്റം ചെയ്തിട്ടില്ല. അവരെ നമുക്കറിയാലോ ഇപ്പൊ ഏത് ഭരണകൂടത്തിന്റെ ആയാലും. അപ്പൊ ഇതാണ് അവിടുത്തെ കേസ്. അപ്പൊ ഇപ്പോഴത്തെ അന്തരീക്ഷം, പ്രതിപക്ഷം ബഹളം വെക്കുന്നുണ്ട്. ഒരുപക്ഷെ ഷെയ്ഖ് ഹസീന ചെന്നിറങ്ങുമ്പോൾ ഈ ജമാഅത്തെ ഇസ്ലാമിയും NCP എന്ന പ്രതിപക്ഷ കക്ഷിയും ഒക്കെ ബഹളം വെച്ചു എന്ന് വരാം. എന്നാൽ ഇപ്പോഴത്തെ ഭരണകൂടം അതുപോലെ ജനങ്ങളും താരിഖ് റഹ്മാന്റെ നേതൃത്വത്തിലുള്ള ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടി, ആ പാർട്ടി ഭരണകക്ഷി ഇവർ വരട്ടെ, സമാധാനം വരട്ടെ, ഇന്ത്യയുമായുള്ള ബന്ധം മെച്ചപ്പെടട്ടെ എന്ന് വിചാരിക്കുന്ന ഒരു അന്തരീക്ഷമുണ്ട്. രണ്ട്, അവാമി ലീഗിനെ പുറത്തു നിർത്തിക്കൊണ്ട് നടത്തുന്ന ഒരു ഭരണ സംവിധാനം ഉണ്ടല്ലോ, അതിനോട് ജനങ്ങൾക്കും വലിയ രോഷമുണ്ട്. അപ്പോൾ ഷെയ്ഖ് ഹസീനയോട് നീതി കാണിക്കണം. അവരെ എന്തെങ്കിലും തരത്തിലുള്ള കേസുകൾ ഉണ്ടെങ്കിൽ അവരെ ഇവിടെ കൊണ്ടുവന്ന് നമ്മുടെ നാട്ടിൽ വെച്ച് വിചാരണ ചെയ്യണം. അവരെ അന്യനാട്ടിൽ തടവറയിൽ ഇടരുത് എന്നൊരു വികാരം വ്യാപകമായിട്ട് ഇപ്പോൾ ബംഗ്ലാദേശിലുണ്ട്. എന്ന് പറഞ്ഞാൽ ബംഗ്ലാദേശിന്റെ മനോനില ബംഗ്ലാദേശിന്റെ ഒരു ജനവികാരം മാറുന്നു. ബംഗ്ലാദേശ് ഭരണകൂടത്തിന് ഇവരോടുള്ള സമീപനം മാറുന്നു. എന്നാൽ പ്രതിപക്ഷ കക്ഷികൾ, പണ്ട് മതമൗലികവാദ ശക്തികൾ അവരെടുത്ത നിലപാടെടുക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോഴും ഒരു സംശയം എന്ന് വെച്ചാൽ, ഈ ബംഗ്ലാദേശ് ഇപ്പോഴും പാകിസ്ഥാനോട് ചാഞ്ഞു നിൽക്കുന്നു. അവിടുത്തെ പോർട്ടുകളടക്കം പാകിസ്ഥാനിൽ അവരുടെ കപ്പലുകൾക്ക്, അവരുടെ ഈ യാനങ്ങൾക്കൊക്കെ വന്നു നിൽക്കാനുള്ള സൗകര്യം ഒരുക്കുന്നു. ചൈനയ്ക്ക് എപ്പോഴും ബംഗ്ലാദേശിനെ തങ്ങളുടെ പക്ഷത്ത് നിർത്തണം. കാരണം ഇന്ത്യക്കെതിരായിട്ടുള്ള ഒരു നിർണായക മേഖലയാണ് ബംഗ്ലാദേശ് പറയുന്നത്. വടക്കിഴക്കൻ സംസ്ഥാനങ്ങളുണ്ട് ഇന്ത്യയുടെ, അവിടേക്ക് ആക്രമിക്കാനായിട്ട് അവർക്ക് കടൽ ഓരോന്നുമില്ല. ഞങ്ങൾ കൊടുത്താൽ മാത്രമേ അവർക്ക് കടലുമായിട്ടുള്ള സമ്പർക്കം പറ്റുകയുള്ളൂ. അതുകൊണ്ട് ചൈനയ്ക്ക് ഞങ്ങൾ ചില വിട്ടുവീഴ്ച ചെയ്യാം. ചൈന എല്ലായ്പ്പോഴും എന്തെടുത്തു?
ധാരാളം പണം ഇറക്കിയിട്ട് അവർ 99 വർഷത്തേക്ക് ഒരു പോർട്ടൊക്കെ വാടകയ്ക്കെടുത്ത് ഈ രീതിയിലാണ് അവർ ചെയ്യുന്നത്. അപ്പോൾ ചൈനയും പാകിസ്ഥാനും ബംഗ്ലാദേശും ഒരു ത്രികക്ഷി സഖ്യം പോലെ ചില ഓപ്പറേഷനൊക്കെ നടത്തുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഈ മലാല കടലിടുക്കിലൊക്കെ പോയിട്ട് നമുക്ക് പറ്റുന്ന പോർട്ടൊക്കെ ഉണ്ടോ എന്നൊക്കെ നോക്കുന്നത്. അതിനുള്ള മറുപടിയാണ്. അപ്പോൾ കടൽ മേഖലയിൽ വലിയ ആധിപത്യം സ്ഥാപിക്കാനുള്ള ചൈനയുടെ തന്ത്രങ്ങൾക്ക് ബംഗ്ലാദേശ് കൂട്ടു നിൽക്കുന്നുണ്ടല്ലോ. ഇപ്പോൾ ഷേഖ് ഹസീന ഉണ്ടായിരുന്ന സമയത്ത് ഇന്ത്യയുമായിട്ട് നല്ല ബന്ധം, എന്ത് തീരുമാനം എടുക്കണമെങ്കിലും അന്തിമമായിട്ട് ഇന്ത്യ എടുത്ത് ആലോചിക്കും. പക്ഷേ പിന്നീട് വന്ന ഈ യൂനിസ് സർക്കാരായിക്കോട്ടെ, അല്ലെങ്കിൽ ഇതിന് ശേഷമുള്ള താരിഖ് റഹ്മാൻ അദ്ദേഹത്തിന്റെ സർക്കാരായിക്കോട്ടെ, ഇതൊന്നും ഇപ്പം ഇന്ത്യയോട് അത്ര വലിയ പ്രതിബദ്ധതയൊന്നും കാണിക്കുന്നില്ല. അപ്പൊ അതുകൊണ്ട് ഇന്ത്യ അവരെ ഒരു കയ്യകലത്തിൽ നിർത്തുന്നത് തന്നെയല്ലേ നല്ലത്? ആണ്. പക്ഷേ എനിക്ക് തോന്നുന്നത് ഇപ്പോ അവരുടെ ഈ ക്രൈസിസ്, നീ പറഞ്ഞ സിനു പറഞ്ഞ ക്രൈസിസ് ഒക്കെ അവരും അഡ്രസ് ചെയ്യുന്നുണ്ട്. ഇത് യാഥാർത്ഥ്യ ബോധത്തോടെ ഒരു ഗവൺമെന്റിന് ബോധ്യം വന്നു കഴിഞ്ഞാൽ അവർക്കും അതിന്റെ ഭീഷണി അറിയാം. അവർക്ക് വിശ്വസ്തരായിട്ട് കൂടെ നിർത്താൻ പറ്റിയ ഒരു രാജ്യം ഇന്ത്യയാണ്. ആ ഇന്ത്യയെ കൂടി ശത്രുവായി നിർത്തിക്കൊണ്ട് ചൈനയുടെയും പാകിസ്ഥാന്റെയും അമേരിക്കയുടെയും താല്പര്യങ്ങൾ പല കോണിൽ നിന്ന് കളിക്കുമ്പോൾ ആ രാജ്യത്തിന് പിടിച്ചു നിൽക്കാൻ വലിയ ബുദ്ധിമുട്ടുണ്ടാവും എന്നാണ് ഏറ്റവും പുതിയ ഒരു മീഡിയ പറയുന്നത്. അങ്ങനെ വരുമ്പോൾ അത് ഒരു പക്ഷേ ബംഗ്ലാദേശിന്റെ ഭാവിക്ക് കൂടി ആവശ്യമാണ്. ഷെയ്ഖ് ഹസീനയുടെ ഒരു ലീഡർഷിപ്പ് വേണം. രാജ്യത്തെ ഏറ്റവും വലിയ രാഷ്ട്രീയ പാർട്ടിയുടെ പിന്തുണ വേണം. ഇല്ലെങ്കിൽ രാജ്യം ശിഥിലമായി പോകുമെന്നൊരു ചിന്ത ബംഗ്ലാദേശിൽ വന്നുകൊണ്ടിരിക്കുന്നത്. ഉണ്ടെങ്കിൽ അത് നല്ലതാണ്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഷെയ്ഖ് ഹസീനയെ സ്വീകരിക്കാൻ അവിടുത്തെ ഭൂരിപക്ഷം വരുന്ന നാടും ഭരണകൂടവും തയ്യാറായാൽ ഈ ജമാഅത്തെ ഇസ്ലാമി, NCP പോലുള്ള ക്ഷുദ്രശക്തികൾ പ്രതിപക്ഷത്തിരുന്നുകൊണ്ട് കാണിക്കുന്ന കോലാഹലങ്ങളെ അവർക്ക് നേരിടാൻ പറ്റും. മാത്രമല്ല ആ പ്രക്ഷോഭത്തിന്റെ അന്തിമമായി അവർക്ക് ബംഗ്ലാദേശിന് കിട്ടിയത് നഷ്ടക്കച്ചവടമായിരുന്നു എന്ന തിരിച്ചറിവും ഇപ്പൊ ബംഗ്ലാദേശിനുണ്ട്. എന്തായാലും ഹസീന പോകുന്നുവെങ്കിൽ, നമ്മളിപ്പോ എല്ലാ കാലത്തും ഇവിടെ കിടന്ന് ഒരു രാഷ്ട്രത്തിന്റെ പദവിയിലിരുന്ന ഒരാള് ഇവിടെ കിടന്ന് മരിക്കട്ടെ എന്ന് തീരുമാനിക്കുന്നതിനേക്കാൾ നല്ലത് കോൺസിക്വൻസ് എന്തായാലും അവർ പോയി നേരിടുകയാണ് നല്ലത്. നമുക്കും ഇന്ത്യക്കും ഗുണം അതാണ്, അവർക്കും ഗുണം അതാണ്. എന്തായാലും ഇപ്പൊ ശരിയായ തീരുമാനമാണ് ഹസീന എടുത്തിരിക്കുന്നത് എന്ന് വേണം ഇപ്പൊ ഈ ഘട്ടത്തിൽ നമുക്ക് പറയാൻ. ഹസീന പോകട്ടെ. ഡിസംബറിലാണ് ഷെഡ്യൂളൊക്കെ വന്നിട്ടുണ്ട്. അവർ തീരുമാനിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അവർ പോകട്ടെ, അവരവിടെ ഫേസ് ചെയ്യട്ടെ. അന്താരാഷ്ട്ര വാച്ച് ഡോഗുകളുണ്ട്, ഗ്ലോബൽ വാച്ച് ഡോഗ്സ് ഒക്കെ, ലോകത്തിലെ എല്ലാ കണ്ണുകളും അവരെ പിന്തുടർന്ന് സംരക്ഷിക്കട്ടെ. അതായിരിക്കും ഏറ്റവും ശരിയായ തീരുമാനം.